الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. وقال نبينا محمد صلى الله عليه وسلم: لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به. محمد سيد الأعراب والعجم، محمد خير من يمشي على قدمي. സ്നേഹാദരണീയരായ വണ്ടിപ്പേട്ടയിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഭവനത്തിലെ നമ്മുടെ ഈ ഒത്തുചേരലിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറെ സന്തോഷമുണ്ട് നിങ്ങളുമായി അല്പനേരം ഒന്നിച്ചു കഴിയാൻ അവസരം ലഭിച്ചതിന്. അൽഹംദുലില്ലാഹ്. സമ്മതിക്കുന്നേയില്ല ഭയം. മദീനയിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ സമ്മതിക്കുന്നേയില്ല ഭയം. മദീനയിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ മനസ്സോതുന്നു. ഭയപ്പെടേണ്ട, പൂർണ്ണ മുസൽമാനായി മുന്നേറുക. മനസ്സോതുന്നു, ഭയപ്പെടേണ്ട, പൂർണ്ണ മുസൽമാനായി മുന്നേറുക. അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ ഒരു കവിതാശകലത്തിൻ്റെ മലയാളമാണ് ഇത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ മദീനയിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ? ഉണ്ടോ? എനിക്ക് ധൈര്യം കുറവാണ്. മദീനയെ ഒരു യാത്രക്കാരൻ എന്ന നിലയ്ക്ക് സമീപിക്കാൻ, അവിടുത്തെ കൗതുക കാഴ്ചകൾ കാണാൻ വലിയ പ്രയാസമുണ്ടാവില്ല. നമ്മളൊക്കെ കൊതിക്കുന്നുണ്ട് ആ റൗളയിൽ അല്പനേരം അവിടത്തോട് സഹവസിക്കാൻ. എന്നാലും ഉള്ളിലൊരു ഭയം തോന്നാറുണ്ടോ? ആ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ? നമ്മൾ സലാം ചൊല്ലാൻ വേണ്ടിയിട്ട് കടന്നു പോകുന്ന ബാബുസലാമില്ലേ, ബാബുസലാമിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ ചുമരിലൊരു ആയത്ത് എഴുതി വെച്ച് കാണണം: യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി. അവിടുത്തെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്താതിരിക്കുക. മഹാന്മാരായ മുൻഗാമികൾ അവിടെ എത്തിയപ്പോൾ സംസാരിക്കാൻ കഴിയാതെ, ഒച്ചയെടുക്കാൻ കഴിയാതെ വല്ലാതെ അസ്വസ്ഥരായി പോയിട്ടുണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക. മദീന മുനവ്വറയിൽ ആ സന്നിധിയിലേക്ക് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ആ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അവിടുന്ന് നമ്മളെങ്ങനെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയാൽ തളർന്നു പോവില്ലേ? ഇല്ലേ? ഞാൻ പറഞ്ഞതനുസരിച്ച് തന്നെയാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് അവിടുന്ന് ചോദിച്ചാൽ, ശരിക്കും ഹോംവർക്ക് ചെയ്യാത്ത ഒരു കുട്ടി ക്ലാസ്സിലെത്തുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്ത ഒരു ആശങ്കയും പരിഭ്രമവും ഉണ്ടാവില്ലേ? എന്ന പോലെ അവിടുന്ന് പഠിപ്പിച്ച പാഠങ്ങൾ നമ്മൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് നാം മദീനയെ പുൽകുന്നതെങ്കിൽ
വല്ലാത്ത ബേജാറുണ്ടാവും പടച്ചോനെ. കാരണം അവിടുന്ന് ചില മുഖങ്ങളിലേക്ക് നോക്കിയിട്ട് മനസ്സ് വായിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് നിന്റെ അരയിൽ തിരുകിയത്? അവിടുത്തെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കടാരയുമായി വന്ന ആളോട് ചോദിച്ചില്ലേ, എന്താണ് അരയിൽ തിരുകിയത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ തനിച്ച് മദീനയിലേക്ക് വെറും കൈയോടെ പോകാൻ? അതാണ് അല്ലാമ ഇഖ്ബാലിൻ്റെ ആ പരിഭവം. സമ്മതിക്കുന്നേയില്ല ഭയം മദീനയിലേക്ക് ഒറ്റയ്ക്ക് പോകാൻ. എന്നാലും ആ ചാരത്തെത്തുവാൻ, അവിടുത്തെ അനുഭവിക്കുവാൻ, ആ സാന്നിധ്യം ആസ്വദിക്കുവാൻ നമ്മളൊക്കെ കൊതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ തുടർച്ചയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തെ സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കാനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ലോകപ്രസിദ്ധനായ ഇന്ത്യൻ പണ്ഡിതൻ സയ്യിദ് സുലൈമാൻ നദ്വി റഹ്മഹുല്ലാഹ് അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ സവിശേഷമായൊരു പ്രയോഗമുണ്ട്. എന്തെന്നറിയോ? പലതരം പൂക്കൾ നിറഞ്ഞ ഒരു പൂക്കുടന്ന പോലെ. പലതരം പൂക്കൾ നിറഞ്ഞ പൂക്കുടന്ന പോലെ എന്നാണ്. അതിലെ പല നിറമുള്ള, പല സൗരഭ്യമുള്ള, പല ആകൃതിയിലുള്ള, ഏറെ ഭംഗിയുള്ളതാണ് ഓരോ പൂവും. അതിനാൽ അതിലെ ആ ബൊക്കയിലെ ഓരോ പൂവും നമ്മൾ വല്ലാതെ ആകർഷിക്കും. അങ്ങനെയായിരുന്നു ആ ജീവിതം അല്ലേ? അതല്ലേ പടച്ചോൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്, നിശ്ചയം താങ്കൾ സവിശേഷമായ മഹത്തരമായ സ്വഭാവ ഗുണമുടയവനാണ് എന്ന് അവിടുന്ന് അല്ലാഹു തആല അവിടുത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അല്ലേ? ബൂസൂരി റഹിമഹുല്ലാഹ് ഖസീദത്തുൽ ബുർദയിൽ ആ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. ഒരുപാട് വർണ്ണനകൾ നമുക്ക് കാണാം. അതിൽ സവിശേഷമായ നമ്മുടെ മനസ്സുടക്കേണ്ട ഒരു വർണ്ണന ഇങ്ങനെയാണ്: കശംസി തമഹറുലിൽ ഐനൈനി മിൻ ബുഅദിൻ സഗീറതൻ വതകില്ലു തർഫ മിൻ അമമി. കശംസ് സൂര്യമാനസനാണ്, സൂര്യ തേജസ്സിൻ്റെ ഉടമയാണ് കശംസ്. തൽഹറുലിൽ ഐനൈനി മിൻ ബുഅദിൻ സഗീറ. അകലെ നിന്ന് സൂര്യനെ നമുക്ക് നോക്കിക്കാണാം. അങ്ങനെ നോക്കുമ്പോൾ സൂര്യൻ ചെറുതായിട്ടാണ് അനുഭവപ്പെടാം അല്ലേ? പക്ഷേ അടുക്കും തോറും എന്താ സംഭവിക്കുക? അടുക്കും തോറും നമ്മുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോകും. നട്ടുച്ച നേരത്ത് സൂര്യൻ നമ്മിലേക്ക് അടുത്ത് വരുന്നുണ്ട്. ആ സമയത്ത് സൂര്യനിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കണ്ണ് മഞ്ഞളിച്ച്, കണ്ണ് നിറഞ്ഞ് കുനിഞ്ഞു പോകും അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അകലെ നിന്ന് നോക്കി നിൽക്കാൻ, അകലെ നിന്ന് അവിടത്തെ കുറിച്ച് മദ്ഹ് പാടാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എത്ര വേണമെങ്കിലും രാവേറെ ചെല്ലുവോളം നമുക്ക് മദ്ഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. പക്ഷെ അടുക്കുന്നവരുണ്ടല്ലോ, നമ്മൾ വല്ലാതെ വിസ്മയിച്ചു പോകും. സൂര്യൻ്റെ മുമ്പിൽ ചെന്നുപെടുന്ന കണ്ണുപോലെ കണ്ണുകൾക്ക് മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മുടെ കണ്ണ് മടങ്ങും എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ജീവിതത്തിൽ ഓരോ രംഗങ്ങളും. ഒരുപക്ഷെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു നോക്കുക, നമ്മൾ വല്ലാതെ വിസ്മയിപ്പിക്കും. നിങ്ങൾ ആ വീട്ടിൻ്റെ അകത്തേക്കൊന്ന് പാളി നോക്കുക, വല്ലാതെ വിസ്മയം തോന്നും എന്നുള്ളതാണ്. ആ വീട്ടിൻ്റെ അകത്തെന്താ ഉള്ളത്, അതിൻ്റെ ആ വീടിൻ്റെ ഘടന എങ്ങനെയാണ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വിസ്മയം തോന്നും. വെറും മണ്ണ് കുഴച്ചുണ്ടാക്കിയിട്ട്, പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ മൺകട്ട കൊണ്ടുള്ള ചുമരുണ്ടായിരുന്നില്ലേ, അതുപോലുള്ള ചുമര് കൊണ്ടുള്ള ഒരു കെട്ടിടമാണ് ആ വീട്. അത് സിമൻ്റ് ഇട്ടിട്ടില്ല, പെയിൻ്റ് അടിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു കെട്ടിടം. അതിൻ്റെ വിസ്തീർണം എത്രയാണെന്നറിയോ?
കൂടിയാൽ ഒരു 10 മുഴമാണ് നീളവും എന്ന് പറയുന്നത്. ഇതാണ് അവിടുത്തെ വീട്. ആ വീട്ടിലെ ആഡംബരങ്ങൾ എന്തൊക്കെയാണെന്നറിയാം? നമ്മളങ്ങോട്ട് കടന്ന് ചെല്ലുമ്പോൾ ഉമ്മറത്തൊരു വിരി തൂക്കിയിട്ടുണ്ട്, വാതിലൊന്നുമില്ല. ആ വിരി എന്തിനാണ്? മഴയിൽ നിന്ന്, വെയിലിൽ നിന്ന്, കാറ്റിൽ നിന്ന് ഒക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്, സംരക്ഷണത്തിന് വേണ്ടി വെച്ച വിരിയാണത്. അകത്തെന്താണ് ആർഭാടങ്ങളുള്ളത്? അവിടെ ഒരു ഈത്തപ്പന ഓല മെടഞ്ഞുണ്ടാക്കിയ ഒരു പായം വിരിച്ചിട്ടുണ്ട്. അതിനാണ് അവിടുന്ന് കിടക്കുന്നത്. പുറം ചുവന്ന് തിണർത്ത് നിൽക്കാറുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം അതിൽ കിടക്കുമ്പോൾ. പിന്നെ ഉള്ളത് എന്താണെന്നറിയാം? ഈത്തപ്പഴത്തിൻ്റെ ചാക്ക് നിറച്ച, കുരു നിറച്ച ആ ചാക്കാണ് അവിടുന്ന് തലയണയായിട്ട് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഉള്ളത് വെള്ളം എടുത്തു വെക്കാനുള്ളൊരു മൺകൂജയാണ്. ഇത്രയൊക്കെ ഉള്ളൂ. മദീനയും കടന്ന് അറേബ്യയുടെ പല മേഖലകളിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ്റെ വീടകമാണ് നമ്മളീ പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരുപക്ഷെ ഒരു വാഷ്റൂമിൻ്റെ അത്രയും ആയിരിക്കും അത്, അല്ലേ? അങ്ങനെയാണ്. നമ്മളൊക്കെ വേറെ ലെവലിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇങ്ങനെ ആ ജീവിതത്തിലെ ഓരോ രംഗങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വല്ലാതെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മൾ പരസ്പരം ചോദിക്കും, ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുമെന്ന്. അതാണ് നമ്മുടെ ഇന്നത്തെ തലക്കെട്ട്. മാറുന്ന ലോകത്തെ മായാത്ത വെളിച്ചമാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ വെളിച്ചത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് ആ വെളിച്ചത്തിലേക്ക് അടുക്കാൻ കഴിയുമോ? ആ വെളിച്ചത്തിൽ നിന്ന് ഒരു തിരി കൊളുത്തിയെടുക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. കാലം മാറിയില്ല, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, അല്ലേ? കാലം മാറിയാലും നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ ആവുക എന്നുള്ളതാണ് പ്രധാനം. പുറം ചുവന്നു തൊടുത്ത് കണ്ടിട്ട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മദീന കാലമല്ലേ, നമ്മൾ കുറച്ചുകൂടി നല്ല സാഹചര്യത്തിലേക്ക് എത്തിയില്ലേ റസൂലേ? അതുകൊണ്ട് അങ്ങയ്ക്ക് കിടക്കാൻ നല്ല പദമുള്ള സോഫ്റ്റായ ഒരു മെത്ത കൊണ്ടുവന്ന് തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത്, മാ ലീ വദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത്? വല്ലാത്തൊരു ചോദ്യമാണ്. ഇല്ലാ കറാകിബിൻ ഇസ്തമല്ല തഹ്ത ഷജറ, അല്പനേരം ദുനിയാവാകുന്ന ഈ മരത്തണലിൽ വിശ്രമിക്കുന്ന കേവലം ഒരു വഴിയാത്രക്കാരൻ മാത്രമാണ് ഞാൻ. കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ സമയമെത്തുമ്പോൾ ഞാൻ ഈ മരത്തണൽ ഉപേക്ഷിച്ച് എൻ്റെ ലക്ഷ്യത്തിലേക്ക് പോകും. മാ ലീ വദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധം? വല്ലാത്തൊരു ചോദ്യമാണത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ജീവിതം എന്നുള്ളതാണ്. ദുനിയാവിന് വേണ്ടിയല്ല. നമ്മളൊക്കെ പഴയ കാലത്ത് ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ തലമുറ, അല്ലേ, ഓല കൊണ്ട് പാകിയ മേൽക്കൂരയുള്ള വീട്ടിൽ താമസിച്ചു. ഒരുപക്ഷെ ചുമര് പോലും ഓല കൊണ്ടുള്ള മറയായിരിക്കാം. അവിടെ നിന്ന് മൺകട്ടയിലേക്ക്, പിന്നെ കല്ലിലേക്ക്, പിന്നെ ഓട്, പിന്നെ കോൺക്രീറ്റ്, അങ്ങനെ ഇപ്പോഴും മുന്നോട്ട് പോവാണ്. ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന മേഖല വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലയാണല്ലേ. വസ്ത്രത്തിൻ്റെ ഫാഷൻ മാറുന്നതിനേക്കാളും വീട്ടിലെ സംവിധാനങ്ങളുടെ ഫാഷൻ പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീടിന് പിന്നാലെ ഓടുന്നു, എല്ലാത്തിൻ്റെയും പിന്നാലെ. അപ്പോഴാണ് ചോദ്യം, മാ ലീ വദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത്? വല്ലാത്തൊരു ചോദ്യമാണല്ലേ. നെഞ്ചിൽ തറക്കുന്നില്ല ചോദ്യം, നെഞ്ചിൽ തറക്കും ശരിക്കും നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ. അവിടുത്തെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? നമ്മൾ ആ ജീവിതത്തിലേക്ക് അടുക്കും തോറും നമുക്കും ആ ജീവിതവും തമ്മിലുള്ള അകൽച്ച വല്ലാതെ കൂടിക്കൊണ്ടിരിക്കും. മരീചിക പോലെ എന്ന് പറയില്ലേ, അടുക്കും തോറും അകന്നിടും എന്നതാണ്. അതുകൊണ്ട് വല്ലാതെ അറിയും തോറും നമുക്ക് കുറ്റബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ആ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ അനുഭവപ്പെടുന്നത്.
എല്ലാം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ആ വീട്ടിലെ വിശേഷങ്ങൾ, ഓരോന്നും അതിശയിപ്പിക്കുന്നതായിരിക്കും. ആ ചെറുപ്പക്കാരൻ 25 വയസ്സ് അല്ലേ, ഖുറൈശി ഗോത്രത്തിൽ, ഹാഷിം കുടുംബത്തിൽ, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചല്ലേ, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള അതിസുന്ദരനായ ആ ചെറുപ്പക്കാരൻ, അയാൾ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നത് തന്നെക്കാൾ 15 വയസ്സ് പ്രായമുള്ള, നേരത്തെ 2 തവണ വിധവയായ 2 മക്കളുടെ ഉമ്മയായ ഒരു മഹദിയെയാണ്. നമ്മളെ പിന്നെയും അത്ഭുതപ്പെടുത്തുകയാണ് അല്ലേ. നമ്മുടെ പൊന്നാനിയിൽ അങ്ങനെ കല്യാണം നടക്കുമോ? 25 വയസ്സുള്ള തറവാട്ട് പിറന്നൊരു ചെറുപ്പക്കാരൻ 40 വയസ്സുള്ളൊരു കല്യാണം കഴിച്ചാൽ എന്തോ കുഴപ്പമുണ്ടല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ പറയാം, എന്തോ കുഴപ്പമുണ്ട്. പക്ഷെ ഇത് പ്രവാചകത്വത്തിൻ്റെ 15 വർഷം മുമ്പാണ് സംഭവിക്കുന്നത് എന്ന് ഓർക്കണം. 15 വർഷം മുമ്പാണ്. ഇങ്ങനെ എന്ത് കാര്യം പരിശോധിച്ചാലും മൊത്തത്തിൽ അത്ഭുതമാണ്. നമ്മുടെ നാട്ടു നടപ്പിന് തികച്ചും വിരുദ്ധമായ ഒരു ജീവിത ശൈലിയാണ് അവിടുന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. മൊത്തത്തിൽ അങ്ങനെയാണ്. അടുക്കുന്തോറും നമ്മൾ വല്ലാതെ അകന്നു പോകുന്നു എന്നതാണ് ആ ജീവിതത്തിലെ പ്രത്യേകത. നിങ്ങളൊന്നുകൂടി ആ വീട്ടിൽ കയറിയിട്ട് അടുക്കളയിൽ പോയിട്ട് ചോദിച്ചു നോക്ക്, എന്തൊക്കെ ഇവിടുത്തെ മെനു, എന്താ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ വീട്ടുകാർ ചിരിച്ചുകൊണ്ട് പറയും, മാ ശബിഅ ആലു മുഹമ്മദ് യൗമൈനി മുതതാബിഐനി ഹത്താ ഫാറഖത് ദുനിയ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ദുനിയാവ് വിട്ട് പിരിയുന്നത് വരെ 2 ദിവസം തുടർച്ചയായിട്ട് വയറ് നിറച്ചിട്ടില്ല. ഇന്ന് കഴിച്ചാൽ നാളെ പട്ടിണിയാണ്. അയ്യോ പാവം, സങ്കടം തോന്നില്ലേ? നമുക്ക് വിഷമാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നല്ലോ, ആരും ഉണ്ടായില്ലേ അവിടത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ? അപ്പോൾ ഒന്നുകൂടി ചോദിക്കണം. അപ്പോൾ വീണ്ടും വീട്ടുകാർ ചിരിച്ചുകൊണ്ട് പറയും, ഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖിറു ലിഗദിൻ. റസൂലുള്ളാഹിൻ്റെ രീതി എന്താണെന്നറിയോ? നാളത്തേക്ക് വേണ്ടി ഒന്നും എടുത്തു വെക്കാറുണ്ടായിരുന്നില്ല ആ വീട്ടിൽ. ഇന്നത്തേത് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ചെയ്യാം? ബാക്കിയുള്ളത് ദാനം ചെയ്യാണ്. സമ്മാനമായിട്ട് അയൽവക്കങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഇങ്ങനെ പട്ടിണി കിടന്നിരുന്നത്. നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണ്? പ്രത്യേകിച്ച് കോവിഡിന് ശേഷം മിനിമം 1 മാസത്തേക്കുള്ള അരിയും സാധനം നമ്മുടെ വീട്ടിലുണ്ടാവും അല്ലേ. കാരണം ശ്രദ്ധിക്കണം, എപ്പോഴാണ് ലോക്ക്ഡൗൺ വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ്. തണുത്തതുണ്ട്, ചൂടുള്ളതുണ്ട്, എല്ലാം റെഡിയാണ്. ആലോചിച്ച് നോക്കാം. ഇത് വേറൊരു സ്റ്റൈലാണ്. മാലി വദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിലെന്ത്? അപ്പോൾ ഇന്ന് കഴിച്ചാൽ നാളെ പട്ടിണിയാണ്. നിങ്ങൾ ഇനിയും ചോദിച്ചു നോക്ക്, അപ്പോൾ പറഞ്ഞു തരും. അരിപ്പ കൊണ്ട് അരിച്ചെടുത്ത മാവ് കൊണ്ടുള്ള ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാറുണ്ടായിരുന്നില്ല. നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കൂലേ. അപ്പോൾ അരിയൊക്കെ ആണെങ്കിൽ സോട്ടെക്സ് റൈസാണ്, കല്ലില്ലാത്ത അരിയാണ്. നല്ല പൊടിച്ച മാവൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. പക്ഷെ അരിപ്പയിൽ അരിച്ചെടുത്ത മാവ് ആ വീട്ടിൽ ഉപയോഗിച്ചിരുന്നില്ല. പിന്നെയും നമുക്ക് അതിശയമാവും, ഓ അന്ന് അരിപ്പ ഇല്ലാത്തത് കൊണ്ടായിരിക്കും എന്നൊരു പക്ഷേ നമ്മൾ മറുപടി കണ്ടെത്തും. ഇന്നത്തെ കാലത്ത് പ്രകൃതിവാദികൾ പറയും, ഈ ഉമ്മയുണ്ടല്ലോ, അരിച്ചെടുക്കാത്തതാകുമ്പോൾ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഭക്ഷണമാണ് നല്ലത്, അത് ദഹനത്തിന് നല്ലതാണ് എന്ന് നമ്മൾ പുതിയ വ്യാഖ്യാനം പറയും. പക്ഷെ ശരിക്കും എന്താണെന്നറിയോ? മാലി വദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത്? ഈ ഒരു ആശയം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് സ്വീകരിച്ച വേറിട്ടൊരു ജീവിതശൈലിയാണിത്. അല്ലാതെ ഒന്നും കിട്ടാത്തത് കൊണ്ടല്ല. ആ കാലഘട്ടത്തിൽ കിട്ടാവുന്നതൊക്കെ ആ നാട്ടിൽ കിട്ടൂലേ? തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതാണ്. ഖുർആൻ പറയുന്നുണ്ട് അവിടുത്തെ കുറിച്ച്, ദരിദ്രനായിട്ട് അങ്ങയെ കണ്ടു. അല്ലാഹു തആല ധന്യതയും ഐശ്വര്യവും നൽകി എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെ പറയുന്നത്. ഹജ്ജത്തുൽ വിദായില് അവിടുന്ന് 100 ബലിമൃഗങ്ങളെ കൊണ്ടുവന്നില്ലേ? 100 ബലിമൃഗങ്ങളെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷി അവിടത്തേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എന്നാലും വ്യത്യസ്തമായ
ഒരു ജീവിത രീതി ലോകത്തെ അവിടുന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അടുക്കുന്തോറും അകൽച്ച തോന്നിപ്പോകുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ പറഞ്ഞിരിക്കാം, പക്ഷേ അടുക്കുന്തോറും മനസ്സിന് വല്ലാത്തൊരു ബേജാറും, പടച്ചവനെ ഞാൻ ശരിക്കും അവിടത്തോട് കൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നുള്ള അസ്വസ്ഥത ഉണ്ടാവും അല്ലേ? അന്നുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? അന്നത്തെ അതിസമ്പന്നനാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വീട്ടിലൊരുക്കുന്ന വിഭവങ്ങൾ, ആ വിഭവങ്ങൾക്ക് മുമ്പിൽ നിന്ന് അദ്ദേഹം പൊട്ടിക്കരഞ്ഞില്ലേ, പടച്ചോനെ എനിക്കുള്ളതെല്ലാം ഈ ദുനിയാവിൽ തന്നെ തന്ന് തീർക്കണോ എന്ന് ചോദിച്ചിട്ട് കരയുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മളങ്ങനെ കരയേണ്ടി വരുമോ? അവിടുത്തെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ എവിടെയും ഒരു പൊരുത്തപ്പെടാത്ത പോലെ തോന്നുന്നില്ലേ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പേടിക്കണം അല്ലേ? റൗളയിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും അവിടുത്തെ നോട്ടത്തെ നമ്മൾ അഭിമുഖീകരിക്കുക എന്നാലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ബേജാറുണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റും. ഇങ്ങനെ ഓരോ തലത്തിലും അങ്ങനെയാണ് ആ ജീവിതം. അതുകൊണ്ടാണ് അവിടുത്തെ അനക്കവും അടക്കവും ഉറക്കവും ഉണർച്ചയും നടത്തവും ഇരുത്തവും കിടത്തവും ഭക്ഷണവും വെള്ളവും അഥവാ കുടിക്കുന്നതും തിന്നുന്നതും എല്ലാം രേഖപ്പെട്ടുണ്ടാവും. എല്ലാം അടിമുടി രേഖപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് പല്ല് തേച്ചത്, എങ്ങനെയാണ് ആടി വൃത്തിയാക്കി സൂക്ഷിച്ചത്, എങ്ങനെ മീശ വെട്ടിയത്, എങ്ങനെ നഖം മുറിച്ചത്, എല്ലാ വിശദാംശങ്ങളും രേഖപ്പെട്ടിരിക്കുകയാണ്. ഇമാം തിർമിദിയുടെ ഷമാഇലു തിർമിദി എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അവിടുത്തെ ജീവിതത്തിലെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ 63 വയസ്സാകുമ്പോഴേക്ക് എത്ര തലമുടി നരച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വരെ ചർച്ചകൾ കാണാം. അത്രയും വിശദാംശങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാ തലത്തിലും രേഖപ്പെട്ടൊരു ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് ഉള്ളത് എന്നതാണ് വലിയൊരു ചോദ്യം. നമ്മൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കേൾക്കും അല്ലേ? അവിടുന്ന് നടത്തിയ സാമൂഹിക വിപ്ലവത്തെക്കുറിച്ച്, അവിടുന്ന് സ്ഥാപിച്ച സവിശേഷമായ ഒരു ജീവിത വ്യവസ്ഥയെക്കുറിച്ച് ഒക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ പ്രവാചകനായിരുന്നു അവിടുന്ന്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിലൂടെ ഒരു സംസ്കൃതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തും, ഒരു ആദർശ സമൂഹം. അതിൽ നിന്ന് ഒരു വ്യവസ്ഥിതിയും ഒരു രാഷ്ട്ര വ്യവസ്ഥയും രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് വലിയ മനുഷ്യന്മാർ ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യാം അല്ലേ? പക്ഷെ അതിൽ വലിയ പാഠങ്ങൾ ഉണ്ടാവും. നമ്മുടെ രാഷ്ട്രപിതാവ് അർദ്ധനഗ്നനായ ഫക്കീറായിരുന്നു, അങ്ങനല്ലേ? അങ്ങനെയാണ് പറയുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു വസ്ത്രധാരണ ശൈലി സ്വീകരിച്ചത്? എൻ്റെ രാജ്യത്തെ ഓരോ മനുഷ്യനും പൂർണ്ണ വസ്ത്രം അണിയുന്നത് വരെ ഞാൻ അർദ്ധനഗ്നനായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ? പക്ഷെ ഒരു ഗാന്ധിയനും ആ വസ്ത്രം അനുകരിക്കാൻ കഴിയുന്നില്ല. വേണമെങ്കിൽ ഗാന്ധി ജയന്തിക്ക് സ്കൂളിൽ പ്രച്ഛന്നവേഷ മത്സരത്തിൽ നമ്മുടെ മക്കൾ ഇതുപോലെ വസ്ത്രം ചുറ്റിയിട്ട് വട്ടക്കണ്ണടയൊക്കെ വെച്ച് നിൽക്കുന്ന ഫോട്ടോ എടുക്കാൻ പറ്റും അല്ലേ? ആരും അനുകരിച്ച് കാണുന്നില്ല എന്നുള്ളതാണ്. അതേസമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പൂർണ്ണമായി തന്നെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കപ്പെട്ടു തലമുറകളായിട്ട്. അതാണ് ഇന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നത്. 14 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും പരമാവധി ആ ജീവിതത്തോട് നമ്മൾ ചേർന്ന് നിൽക്കാനുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ്. അതിൻ്റെ അടിത്തറ ഇതാണ്: ദുനിയാവിനോട് ഒട്ടി നിൽക്കാതെ എപ്പോഴും ഒരു വഴിയാത്രക്കാരൻ്റെ മാനസികാവസ്ഥ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അവിടുത്തെ സവിശേഷത. അതിന് എല്ലാ തലങ്ങളും ആ രൂപത്തിൽ തന്നെ അവിടുന്ന് ചിട്ടപ്പെടുത്തി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നതിലാണ് അവിടുന്ന് വിജയിച്ചു നിൽക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കുടുംബരംഗത്തേക്കും അതുപോലെ
സാമൂഹിക ഇടപെടലുകളിലേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു സവിശേഷത നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. വേറിട്ട ഒരു സ്റ്റൈലായിരുന്നു ആ ജീവിതം. നമുക്കും ആകാവുന്നതാണ്, പക്ഷെ നമുക്കിന്ന് സമയമില്ല എന്നുള്ള പ്രശ്നം അല്ലേ. ഒന്നിനും സമയമില്ല എന്ന് പറയും. അവിടുന്ന് ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് ചോദിച്ചില്ലേ, ആയിഷ നിനക്ക് കാണണോ കാഴ്ചകൾ? എത്യോപ്യയിൽ നിന്ന് കലാകാരന്മാർ വന്നിട്ടുണ്ട് മസ്ജിദുൻ നബവിയുടെ അടുത്ത്. അവരുടെ കലാപ്രകടനങ്ങൾ തുടങ്ങാൻ പോവാണ്, നിനക്ക് കാണണോ? ആ റസൂലെ രണ്ടുപേരും ഒന്നിച്ച് പുറപ്പെടാണ് കാഴ്ചകൾ കാണാൻ അല്ലേ. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് അവിടുത്തെ തോളത്ത് എൻ്റെ താടിയെല്ലാം ഊന്നി നിന്നുകൊണ്ടാണ് ഞാൻ കാഴ്ചകൾ കണ്ടത് എന്ന് പറയുന്നത്. കുറേ നേരം കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, ആയിഷ നമുക്ക് പോയാലോ? അപ്പോൾ ആയിഷ ബീവി പറയാണ്, ആയിട്ടില്ല റസൂലെ, കുറച്ചുകൂടി കഴിയട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് പറയാണ്, ഇനി നമുക്ക് പോകാം. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് തിരിച്ചുപോയി. പിറ്റേ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ കൂട്ടുകാരികളോട് ഒരു രഹസ്യം പറയുന്നുണ്ട്. എന്തായിരിക്കും അത്? നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാണ് അവിടത്തോട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിമിഷം പോലും പാഴാക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ജീവിതത്തിൽ എനിക്ക് വേണ്ടി അല്പം നിമിഷം അനുവദിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നാണ്. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടുന്ന് മാറ്റി വെക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടുകാർക്ക് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? കുറച്ച് നേരം മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ, വെറുതെ നോക്കിയിരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ മനുഷ്യന്? പക്ഷേ ഇന്ന് ആർക്കും സമയമില്ലാത്ത കാലമാണ്. നമ്മൾ പരസ്പരം അതാണ് പറയുന്നതിന് സമയമില്ല അല്ലേ, ഈ ഒരു കാലമാണ്. പക്ഷെ ചോദിച്ചെന്താ പറയാം, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്, കഷ്ടപ്പെട്ട് നെട്ടോട്ടം ഓടുന്നത്. പക്ഷെ അവൾ അതായിരിക്കില്ല ആഗ്രഹിക്കുന്നത്, കുറച്ച് നേരം ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും സ്വപ്നങ്ങൾ പങ്കുവെക്കാനും ആഗ്രഹിക്കുന്നുണ്ടാവും. ആ തിരക്ക് പിടിച്ച ജീവിതത്തിലും അവിടുന്ന് അതിനൊക്കെ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കാലത്ത് പലരും ഭരണാധികാരികളൊക്കെ ആകുന്ന അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ കല്യാണം കഴിക്കാൻ വരെ മറന്നു പോകുന്നുണ്ട് അല്ലേ. പക്ഷെ അവിടുന്ന് അങ്ങനെയല്ല, എല്ലാ രംഗത്തും സവിശേഷമായ മാതൃക സൃഷ്ടിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഒരു റിപ്പോർട്ടിലുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് നിന്നിട്ട് മുഖത്ത് നോക്കിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാണ്. നമ്മളിപ്പോൾ നിസ്കരിച്ചപ്പോൾ 33 അൽഹംദുലില്ലാ ചൊല്ലിയതാണ്. പക്ഷെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാ പറഞ്ഞിട്ട് പിന്നെ എന്തായിരിക്കും പറഞ്ഞത്? അല്ലദീ റസഖനി ഹുബ്ബ ആയിഷ, ആയിഷ മോളെ നിന്റെ സ്നേഹം എനിക്ക് തന്ന പടച്ചോനാണ് സർവസ്തുതിയെന്ന്. നിങ്ങളങ്ങനെ പറയാറുണ്ടാവും? ഇണയോട് എനിക്ക് കുറച്ചിലാണ്, ഞാൻ പറയൂല, നിങ്ങൾ പറയാം, നിങ്ങളും പറയൂല. വനിതകൾ വിചാരിക്കുന്നുണ്ടാവും എന്നോട് ഇതുവരെ മൂപ്പര് പറഞ്ഞില്ലല്ലോ എന്ന്. നിങ്ങൾക്കെന്താ അങ്ങോട്ട് പറഞ്ഞൂടെ അല്ലേ? സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നിന്റെ സ്നേഹം എനിക്ക് തന്ന പടച്ചോനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു നോക്ക്. നല്ല നേരത്തെ എല്ലാ സൗന്ദര്യപ്പിണക്കങ്ങളും ഒഴുകിപ്പോവില്ലേ? ഇങ്ങനെ ഓരോ നിമിഷങ്ങളും വളരെ കൃത്യമായിട്ട് ബോധപൂർവം ഉപയോഗപ്പെടുത്താണ്. വല്ലാത്തൊരു അത്ഭുതമാണ്. ആയിഷ ബീവിക്ക് മക്കളുണ്ടായിരുന്നില്ലല്ലോ, സങ്കടപ്പെടാറുണ്ടായിരുന്നു. എനിക്ക് മക്കളുണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് എന്നെ ഇതിനേക്കാളേറെ സ്നേഹിച്ചതേ എന്നൊക്കെ പരിഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ ആയിഷ ബീവിയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹാക്ക് കുഞ്ഞുണ്ടായി. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് രണ്ടാളും കൂടെ പോയിട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ വീട്ടിലെത്തിയിട്ട് ആയിഷ ബീവി അകത്ത് കയറിയിട്ട് കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ വരികയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് അവിടുന്ന് ആയിഷ ബീവിയുടെ മുഖത്തെ ഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്, ചിരിക്കുന്നുണ്ട്, എന്നാലും ആ മുഖത്ത് എന്തോ ഒരു അസ്വസ്ഥത അവിടുന്ന് വായിച്ചെടുക്കുകയാണ്.
കുഞ്ഞിനെയും കൊണ്ടുവന്ന് അവിടുത്തെ കയ്യിലേക്ക് ഏൽപ്പിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിക്കുകയാണ്, ആയിഷ ഇവൻ അബ്ദുള്ളയാണ്, നീ ഉമ്മു അബ്ദുള്ളയാണ് ആയിഷ എന്ന് പറയുന്നുണ്ട്. എന്തിനങ്ങനെ പറഞ്ഞത്? ഇവൻ അബ്ദുള്ളയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ചു. എന്നിട്ട് ആയിഷ ബീവിയോട് പറയാണ്, നീ ഉമ്മു അബ്ദുള്ളയാണ് ആയിഷ. എന്തിനായിരിക്കും? മക്കളില്ലല്ലോ, ആ സങ്കടമുണ്ട മുഖത്ത്. അത് കണ്ട് അത് വായിച്ചെടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ആയിഷ നീ ഉമ്മു അബ്ദുള്ളയാണ്. അങ്ങനെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അങ്ങനെ ഒരു വിളിപ്പേര് വന്നത്, ഉമ്മു അബ്ദുള്ള. മക്കൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഉമ്മയായി എന്നർത്ഥം അല്ലേ? ഇങ്ങനെ മുഖത്തെ ഭാവങ്ങൾ നോക്കിയിട്ട് മനസ്സ് വായിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടാവും. വാക്കിലൂടെ പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല പലപ്പോഴും അല്ലേ? അതിനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. വാക്കിലൂടെയല്ല, നോക്കിലൂടെയല്ല, ശബ്ദത്തിലൂടെയല്ല, ആംഗ്യങ്ങളിലൂടെയല്ല, മുഖഭാവം കണ്ടറിഞ്ഞ് മനസ്സ് വായിക്കാനുള്ള സിദ്ധി. ഇത് കൈനോട്ടക്കാരൻ മുഖലക്ഷണം പറയുന്നതല്ല, മറിച്ച് നമ്മുടെ ആത്മബന്ധം അത്രയും ഇഴയടുപ്പമുള്ളതാണെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കും അല്ലേ? ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ, വാപ്പായുടെ മുഖത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കളുടെ ഇണയുടെ ഒക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സ് വായിക്കാൻ പറ്റണ്ടേ? പക്ഷെ ഇന്ന് കൂടുതൽ നമ്മളെല്ലാവരും ഇതിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് മുഖത്തെ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സ്ക്രീനിലാണ് നമ്മൾ അധിക സമയവും എന്നതാണ് പ്രശ്നം. ഇങ്ങനെ എത്രയെത്ര നിമിഷങ്ങളാണ് ആ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയുന്നതെന്നറിയാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും, പക്ഷേ ആഴമേറിയ ചിന്തകൾ അതൊക്കെ അവിടുന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാ തലങ്ങളും ഇങ്ങനെ തന്നെയാണ്, വെറൈറ്റിയാണ്, വ്യത്യസ്തമായ ഒരു ആവിഷ്കാരമായിരുന്നു ആ ജീവിതത്തിലെ ഓരോ നിമിഷവും. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ നമ്മോട് പറയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിശ്ചയം നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉസ്വത്തുൻ ഹസനയുണ്ട്. ഏറ്റവും നല്ല മോഡലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാതൃകകളുണ്ട് എന്നാണ് ഉസ്വ. ആ വാക്ക് തികച്ചും പ്രായോഗികമായ, ജീവിതത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന, ഒരുപാട് പ്രയോജനങ്ങൾ ലഭിക്കുന്ന മാതൃകയാണ്. അല്ലാതെ എന്തെങ്കിലും റോൾ മോഡലിനെ കുറിച്ചെല്ലാം പറയുന്നത് അല്ലേ? നമ്മുടെ മക്കളിപ്പോൾ കളിക്കാരെയും അതുപോലെ കലാകാരന്മാരെയൊക്കെ അനുകരിക്കുന്ന കാണുന്നില്ലേ? അങ്ങനെ ബാഹ്യമായ അർത്ഥത്തിലുള്ള ഒരു അനുകരണ ഭ്രമമല്ല, മറിച്ച് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ആവിഷ്കരിക്കപ്പെടുന്ന ഒരു സംസ്കാരമാണ് അവിടുന്ന് നമ്മുടെ മുമ്പിൽ ഓരോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ നമ്മൾ കണ്ടെത്തുന്നില്ലേ? എത്രയെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങക്ക് എന്നോട് സ്നേഹമാണോ എന്ന്. ഇതെന്ത് ചോദ്യമാണ് ആയിഷ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു കാര്യം അറിയണം. എന്താ അറിയേണ്ടത്? എന്നോടുള്ള സ്നേഹത്തെ അങ്ങ് എങ്ങനെയാണ് വാക്കുകളിൽ ആവിഷ്കരിക്കുക? ഇതാ അറിയേണ്ടത്. അങ്ങനല്ലേ? സ്നേഹിക്കുന്നവർക്കിടയിൽ പ്രത്യേകമായ വിളിയും പെരുമാറ്റമൊക്കെ ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് വാക്കിലൂടെ എന്നോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് ചോദിച്ചത്. പെട്ടുപോകുന്ന ചോദ്യമാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞെന്നറിയാം? ആയിഷ, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഒരു കെട്ട് പോലെയാണ്. ഒരു കയറ് കൊണ്ട് കെട്ടിട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം. അത് വലത്തോട്ട് വലിച്ചാലും ഇടത്തോട്ട് വലിച്ചാലും അതിങ്ങനെ മുറുകിക്കൊണ്ടിരിക്കും ആയിഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലത്തോട്ട് വലിച്ചാലും ഇടത്തോട്ട് വലിച്ചാലും, നീ എന്നോട് ഇണങ്ങിയാലും എന്നോട് നീ പിണങ്ങിയാലും ആ കെട്ട് മുറുകിക്കൊണ്ടിരിക്കുമെന്ന്. എന്ത് വർത്താനല്ലേ? അപ്പോൾ ചിലപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, റസൂലേ ആ കെട്ട് എങ്ങനെയുണ്ട്? ആയിഷ, അത് നേരത്തെ ഉള്ളതിനേക്കാളും ഭദ്രമാണ്, മുറുകിക്കൊണ്ടിരിക്കുകയാണ് ആയിഷ. മറുപടിയാണ്,
ഇങ്ങനെയൊക്കെയായിരുന്നു ആ ജീവിതത്തിലെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നത്. ദുനിയാവിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ട ദാമ്പത്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമ്മഹാത്തുൽ മുഅ്മിനീനും തമ്മിലുള്ളതായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, അവിടെ എപ്പോഴും കഷ്ടപ്പാടല്ലേ, എന്താ ആഘോഷമാണ്? അതാണ് ആഘോഷം, മനപ്പൊരുത്തമാണ് ആഘോഷം. ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് ചോദിക്കൂലേ എന്താ കഴിക്കാനുള്ളത്, എന്താ കഴിക്കാനുള്ളത്? ഒന്നുമില്ല റസൂലേ, ഒന്നും. എങ്കിൽ എനിക്കിന്ന് സുന്നത്ത് നോമ്പാണ്. സുന്നത്ത് നോമ്പിന് നിയ്യത്ത് വെക്കാൻ സുബഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടായിരിക്കും ചോദിക്കുന്നത് അല്ലേ. ആലോചിച്ച് നോക്കുക, ഒരു പരീക്ഷണത്തെ ഒരു ഇബാദത്താക്കി മാറ്റുന്ന സവിശേഷമായ ഒരു രസതന്ത്രം ആ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു തരികയാണ്. പട്ടിണിയാണ്, അതിനെ എങ്ങനെ ഇബാദത്താക്കി മാറ്റാം എന്നാലോചിക്കുന്നത്. ചിലപ്പോൾ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ആ ഉണക്ക റൊട്ടി ഉണ്ട്, കറിയൊന്നുമില്ല, എങ്കിൽ കൊണ്ടുപോവാം, റൊട്ടി കൊണ്ടുവന്ന് വെച്ചു. ഉപ്പുണ്ടോ? ഉപ്പുണ്ട്, ഉപ്പ് വെള്ളത്തിലിട്ട് അത് കൊണ്ടുപോകാമെന്ന് പറയും അത്രയും. എന്നിട്ടോ ഈ ഉണക്ക റൊട്ടി ഉപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാണ്. അപ്പോൾ ആയിഷ ബീവി ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുമ്പോൾ അല്ലേ ഇടം കണ്ണിട്ട് ഇങ്ങനെ നോക്കിയിട്ടൊരു ചിരിയാണ്. ഉപ്പിനെന്തൊരു രുചിയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉപ്പിനെന്തൊരു രുചിയാണ്. അപ്പോൾ അവിടെ ഒരു നിറക്കൺ ചിരി ഉണ്ടാവും അല്ലേ. രണ്ടുപേരും നിറക്കണ്ണുകളോടെ ഒന്ന് ചിരിക്കും. രണ്ടാൾക്കും അറിയാം അതിൻ്റെ ഉദ്ദേശം. ഒരുപക്ഷെ നമ്മുടെ വാപ്പമാരും വല്യപ്പമാരും വല്യമ്മമാരും ഒക്കെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ. നമ്മളൊക്കെ പോറ്റി വളർത്തിയ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കഷ്ടപ്പാടുകൾക്കിടയിലും ജീവിതത്തെ ആഘോഷിക്കാൻ കഴിയാന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ മക്കൾക്ക് കഴിയാതെ പോകുന്നതല്ലേ. പുതിയ കാലത്ത് കഷ്ടപ്പാട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അതാണോ ജീവിതം? ഇടക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിന് ജീവിത പലഹാരം എന്ന് ചോദിക്കുന്നില്ലേ കവി? കണ്ണീരുപ്പുണ്ടാവണം, അതിനാണ് സൗന്ദര്യവും രുചിയും ഉണ്ടാവുക എന്നർത്ഥം. ഇതായിരുന്നു ആ ജീവിതത്തിൻ്റെ അവസ്ഥകളും പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെ എണ്ണിപ്പെറുക്കാൻ കഴിയുന്ന എത്രയോ സംഭവങ്ങളാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ആണല്ലോ ആയിഷ ബീവി കടന്നു വരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അവിടുന്ന് ഇങ്ങനെ വാദോരാതെ പറയും, എൻ്റെ ഖദീജ എന്തൊരു സ്നേഹമായിരുന്നു, അവരിലാണ് എനിക്ക് മക്കളുണ്ടായത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് ഇടപെടും. അതെന്താ, ഞങ്ങളൊന്നും പെണ്ണുങ്ങളല്ലേ എന്നുള്ള നിലയ്ക്ക് ആ ചുണ്ട് ചുവന്ന മുഖം ചുളിഞ്ഞ ആ കിഴവിയെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളൂ എന്ന് ചോദിക്കും. അപ്പോൾ അവിടുന്ന് പിന്നെയും വാചാലനാകാൻ, ആയിഷ നിനക്കറിയോ എൻ്റെ ഖദീജ, എൻ്റെ നാട് എന്നിൽ അവിശ്വസിച്ചപ്പോൾ എന്നിൽ വിശ്വസിച്ചത് എൻ്റെ ഖദീജയാണ് ആയിഷ. എൻ്റെ നാട് എന്നെ ബഹിഷ്കരിച്ചപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ ഖദീജയാണ് ആയിഷ. ഖദീജയുടെ സമ്പത്ത് പടച്ചോൻ്റെ മാർഗത്തിൽ എനിക്ക് എത്രയാണ് പ്രയോജനപ്പെട്ടത് ആയിഷ. ഇങ്ങനെ ഒരുപാടങ്ങ് പറയായിരുന്നു. അപ്പോൾ ദാമ്പത്യം എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ കൊണ്ടും കൊടുത്തും ആസ്വദിച്ച് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവുക എന്നുള്ളതല്ല. അതിന് കൃത്യമായൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇണയും തുണയുമായിട്ട് മുന്നേറുക എന്നുള്ളതാണ്. അത് വലിയൊരു ലക്ഷ്യമാണ്. അത് സാധിക്കാതെ വെറുതെ സ്നേഹപ്രകടനങ്ങൾ കൊണ്ടു നടക്കുക എന്നുള്ളതല്ലല്ലോ. അങ്ങനെ വരുമ്പോഴാണ് ആ സ്നേഹം ഇബാദത്തായിട്ട് മാറുക അല്ലേ. അള്ളാഹുവിൻ്റെ വഴിയിൽ എന്നോടൊപ്പം നീയും ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ ഒരുമിച്ച പോലെ നാളെ ഇൻഷാ അല്ലാഹ് പടച്ചോൻ്റെ സ്വർഗത്തിൽ നമ്മൾ ഒന്നിച്ചുണ്ടാവണം. ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഇത് വല്ലാത്തൊരു സ്വപ്ന തുല്യമായൊരായത്തല്ലത്. നിങ്ങളതിങ്ങനെ ഓതി കഴിച്ചു കൂട്ടാറുണ്ടോ? മനസ്സിൽ സ്വപ്നങ്ങളുണ്ടായിട്ട് അതിങ്ങനെ പുഞ്ചിരിയായിട്ട് മാറാറുണ്ടോ? ആയത്തോതുമ്പോൾ അവരും അവരുടെ ഇണകളും സ്വർഗീയ ശീതള ഛായയിൽ ചാരുമഞ്ചങ്ങളിൽ ഉല്ലസിക്കും എന്നാണ് പറയുന്നത്.
അവരും അവരുടെ ഇണകളും. ആരാ അത്? നമ്മളും നമ്മുടെ ഇണകളും അല്ലേ? അല്ലാതെ പിന്നെ ആരാ? ആയിഷാ ബീവി ഒരിക്കൽ 9 ഈത്തപ്പഴങ്ങൾ കരുതി വെച്ചു. പട്ടിണിയുടെ നാളാണ്. അവിടുന്ന് വരാൻ വേണ്ടി കാത്തു നിൽക്കാൻ. വന്നപ്പോൾ ഈത്തപ്പഴം എടുത്തു കൊടുത്തു. നല്ല പഴുത്ത് മുഴുത്ത ഈത്തപ്പഴമാണ്. കഴിച്ച് ഈത്തപ്പഴം തീർന്നു പോയി. ചോദിക്കുന്നുണ്ട്, ആയിഷ നീ കഴിച്ചില്ലേ? ഇല്ല റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കഴിക്കാഞ്ഞത്? സങ്കടമായി, മുഖമൊക്കെ ബേജാറായി. എന്താ കഴിക്കാഞ്ഞത്? എന്താ എന്നോട് പറയാതിരുന്നത്? ഞാൻ നോക്കി നിൽക്കായിരുന്നു റസൂലേ, അങ്ങ് കഴിക്കുന്നത് കാണാൻ. അങ്ങനല്ലേ നമ്മുടെ വീട്ടുകാർ പറയാം, കണ്ടപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു എന്ന്. അങ്ങനല്ലേ പറയാം? അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചു, പടച്ചോനെ എൻ്റെ ആയിഷക്ക് ഈ സബറിന് പ്രതിഫലം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഗോളടിക്കാണ്. എന്താ പറയുന്നത്? എനിക്കത് പോരാ റസൂലേ, പിന്നെ എന്താ വേണ്ടത്? എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യമാണ് വേണ്ടത്. 9 ഈത്തപ്പഴത്തിനെ സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള നിത്യവാസം എന്നാ പറഞ്ഞത്. ചെറിയ കാര്യമല്ലല്ലേ? സ്വർഗവും വേണം, റസൂലിനെയും വേണം. അവിടുന്ന് പിന്നെയും പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എൻ്റെ ആയിഷക്ക് സ്വർഗത്തിൽ നിത്യവാസം എന്നോടൊപ്പം നൽകണേ. എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ആയിഷ അതിന് ഈ ഈത്തപ്പഴം മതിയാവില്ല കേട്ടോ, നീ ഇനിയും ഒരുപാട് ദാനം ചെയ്യണം. അങ്ങനെയാണ് അത്രേ കൂടുതലായിട്ട് ദാനധർമ്മങ്ങളിൽ ഏർപ്പെട്ടു തുടങ്ങിയത്. എൻ്റെ ദുനിയാവിലെ ഇണയെ സ്വർഗത്തിലും എനിക്ക് കൂട്ടിന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടാവും. അങ്ങനെ അല്ലേ? ദുനിയാവിൽ ഇങ്ങനെയൊക്കെ സഹിച്ചങ്ങനെ പോട്ടെ, സ്വർഗത്തിലേതായാലും വേറെ ആൾ നോക്കാമെന്നാണോ? അതിനാണോ നമ്മൾ ദുനിയാവിൽ സഹിച്ചും പുറത്തും ഒന്നിച്ച് ജീവിക്കുന്നത്? അങ്ങനെ അല്ലല്ലോ. നാളെയും അതേ കൂട്ട് അവിടെയും കിട്ടണമെന്നല്ലേ? ഈ ഒരു ലക്ഷ്യബോധമാണ് അതിലേറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവേണ്ടത്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. മക്കളുടെ കാര്യത്തിലും പേരമക്കളുടെ കാര്യത്തിലും ഒക്കെ അതേ സമീപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു പുലർത്തുന്നില്ലേ? പൊന്നാരം മോള് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇല്ലേ, അങ്ങോട്ട് ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുവരും. നിങ്ങൾ മക്കളെ കെട്ടിപ്പിടിക്കാറുണ്ടാവും. ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. മക്കൾ കല്യാണം കഴിപ്പിച്ച് വിട്ട് പേരക്കുട്ടിയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ കെട്ടിപ്പിടിക്കാറുണ്ടാവും. പേരക്കുട്ടിയെ കെട്ടിപ്പിടിക്കുമല്ലേ? മോളല്ല കയറി വരുന്നത്, അവൾ വലുതായി. അങ്ങനെയല്ല, കെട്ടിപ്പിടിക്കാൻ. അങ്ങനെയാണ്. മനുഷ്യർക്ക് 2 തരം വിശപ്പുണ്ട്. ഇതിലൊന്ന് ഭക്ഷണത്തോടുള്ള വിശപ്പാണ്, മറ്റൊന്ന് ഈ സ്പർശന വിശപ്പാണ്, ടച്ച് ഹങ്കർ. ഭക്ഷണ വിശപ്പിനോടൊപ്പം സ്പർശന വിശപ്പ് എന്നൊരു വിശപ്പുണ്ട്. അത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, അതിലേക്ക് ചേർന്ന് നിൽക്കേണ്ടവർ, ഹൃദയത്തോട് ചേർത്ത് ഒന്നിച്ചു മിടിക്കേണ്ടവർ, അവർ തന്നെ ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിച്ചു പോവും ആരും. കുഞ്ഞുങ്ങൾ മാത്രമല്ല, വലിയവർ അങ്ങനെയാണ്. മക്കൾ കൗമാരക്കാരൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ചും അവർ നമ്മൾ ചേർത്ത് പിടിക്കണം. ആ ചൂട് പകരണം. നമ്മൾ പട്ടിയും പൂച്ചയൊക്കെ കാണാറില്ലേ എന്ന് പറയും പോലെ.
പുതിയ കാലത്ത് മനുഷ്യർ പല ജനറേഷനായിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ജെൻസിയും ജെൻ ആൽഫയും. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള പഴം ജെൻ ഉണ്ടല്ലോ, പഴം ജനറേഷൻ അല്ലേ, പഴഞ്ചനും ന്യൂജനും തമ്മിൽ വലിയ അകലമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് ആരോ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു തന്ത്രമാണെന്ന് തോന്നിപ്പോവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെറിയ മക്കൾ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അവിടത്തേക്കും മക്കൾക്കും ഇടയിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളതായിട്ട് എവിടെയും രേഖപ്പെടുന്നില്ല. എന്ത് പറഞ്ഞാലും അവിടത്തേക്ക് മനസ്സിലാവും, മക്കൾക്കും മനസ്സിലാവും. ചെറിയൊരു കുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഉമൈർ എന്നൊരു കുട്ടി. ആ കുട്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരും. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിക്കുന്നത്, യാ ഉമൈർ മാ ഫഅല നുഐർ, എന്തൊക്കെയാ മോനെ നിന്റെ പക്ഷിക്കുഞ്ഞിന് സുഖമല്ലേ എന്ന് ചോദിക്കും. റസൂൽ ആ കുട്ടിയോട് ചോദിക്കാണ്. ആ കുട്ടി ഒരു പക്ഷിക്കുഞ്ഞിനെ വളർത്തുന്നുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. നിന്റെ പക്ഷിക്കുഞ്ഞിന് സുഖമല്ലേ? ആരാ പറയുന്നത്? ലോകത്തിൻ്റെ ഗുരുവായ അല്ലേ, ഒരു രാഷ്ട്രത്തിൻ്റെ തലവനായ, ന്യായാധിപനായ, സൈന്യാധിപനായ, ഒരു നിമിഷം പോലും വെറുതെ കളയാനില്ലാത്ത ജീവിതം നയിക്കുന്ന ഒരാൾ ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയുമായിട്ട് സംസാരിക്കുകയാണ്, എന്തൊക്കെയാണ് നിൻ്റെ പക്ഷിക്കുഞ്ഞിൻ്റെ വിശേഷം. ഒരു ദിവസം ഈ കുട്ടി സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്നു. എന്തു പറ്റി? എൻ്റെ പക്ഷിക്കുഞ്ഞ് മരിച്ചു പോയി. കുട്ടി പറയാം. അവനെ ചേർത്ത് പിടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു ഗ്യാപ്പ് അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അങ്ങനെ പല മക്കളും ഉണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, 10 വർഷം ഞാൻ അവിടുത്തെ സേവിച്ചിട്ടുണ്ട്, ഒരിക്കൽ പോലും എന്നോട് നീ എന്തിന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് എന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയും, എനിക്ക് സംശയം, ഞാൻ അവിടുത്തെയാണോ സേവിച്ചത് അതല്ല അവിടുന്ന് എന്നെയാണോ സേവിച്ചത് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന്. അത്രമാത്രം മക്കളോട് ഇടപഴകിയിട്ട് അവിടുന്ന് ജീവിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഓരോ സന്ദർഭത്തിലുള്ള ഇടപെടലുകളാണ്. അംർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് എനിക്ക് ഭക്ഷണ മര്യാദ പഠിക്കാൻ പറ്റിയത്. നമ്മൾ ടേബിൾ മാനേഴ്സ് എന്ന് പറയില്ലേ. ഭക്ഷണം കഴിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളോട് പറയും, യാ ഉലാം ബിസ്മില്ല, ബിസ്മി ചൊല്ലാൻ പറയും. എന്നിട്ടോ വക്കുൽ ബി യമീനിക്, വലത് കൈകൊണ്ട് കഴിക്ക്, വക്കുൽ മിമ്മ യലീക്, അടുത്തുള്ളത് കഴിക്ക് എന്ന് പറയായിരുന്നു. അത്ര ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ദർഭികമായിട്ട് ഓരോ കാര്യങ്ങളും ഇടപെട്ട് മക്കളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അടിത്തട്ടിൽ നിന്ന് തന്നെയാണ് അവിടുന്ന് ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, വളർത്തിക്കൊണ്ട് വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ കാര്യങ്ങളിലും ഈ ഒരു സവിശേഷമായ ഒരു ടച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക ജീവിതം എങ്ങനെയാണ്, സാമൂഹിക ഇടപെടലുകൾ എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുമ്പോഴും ഇതേ വ്യതിരിക്തത നമ്മൾ അനുഭവിക്കുന്നു, കാണുന്നു എന്നുള്ളതാണ്. ഒരു ഗ്ലാസ് പാൽ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്താൽ
അവിടുന്ന് ചോദിക്കുമായിരുന്നു അത്ര, ഇതേത് ആടിൻ്റെ പാലാണ്? ഈ ആട്ടിൻ്റെ ഉടമ ആരാണ്? ഈ ആടിന് കൊടുക്കുന്ന തീറ്റ എന്താണ്? അത് ഏത് പറമ്പിലാണ് മേഞ്ഞ് തിന്നുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാല് കുടിച്ചിരുന്നത്. അത്രയും ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ അത്രയൊക്കെ ആലോചിക്കണം. കാരണം അല്ലാഹു തആല നേരിട്ട് പറഞ്ഞതാണ്, ഹലാലായത് ത്വയ്യിബായത് മാത്രമാണ് പ്രവാചകരെ ഭക്ഷിക്കാവുള്ളൂ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതേ കാര്യം. പക്ഷെ നമ്മൾ പലപ്പോഴും പിടിവിട്ടു പോകുന്നു അല്ലേ? പുതിയ കാലത്ത് പ്രത്യേകിച്ചും ഹലാലാണോ ഹറാമാണോ ഞാൻ സമ്പാദിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ടു പോകുന്നില്ലേ? വല്ലാത്ത വിഷയമാണത്. ഹറാമായത് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ അകത്ത് പ്രവേശിക്കുമ്പോൾ, അത് പിന്നീട് നമ്മുടെ മാനസികാവസ്ഥയിൽ, ചിന്തയിൽ, ഈമാനിക ബോധത്തിൽ ഒക്കെ ഗുരുതരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. അപ്പം അത്രയും ജാഗ്രതയോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാമ്പത്തിക ഇടപെടലുകൾ നടത്തുന്നത്. സാമൂഹിക രംഗത്താണെങ്കിലോ തികച്ചും വ്യത്യസ്തമായ ഒരു വിപ്ലവം തന്നെയാണല്ലോ അവിടുന്ന് കാണിച്ചിട്ടുള്ളത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ കടന്നു വരുന്ന എന്തായിരിക്കും? കർമ്മശാസ്ത്രപരമായ സുന്നത്തുകളാണ് അല്ലേ? ഒന്നു എടുക്കുമ്പോഴുള്ള സുന്നത്ത്, നമസ്കരിക്കുമ്പോഴുള്ള സുന്നത്ത്, ഇങ്ങനെ ആ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ മദ്രസയിൽ നമ്മൾ പഠിച്ച ഒരു വ്യാഖ്യാനമുണ്ട്. എന്തായിരുന്നു? എടുത്താൽ കൂലിയുണ്ട്, എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ കൂലി പോയിന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ സാധുവായൊരു സുന്നത്താണ്. ഇപ്പോൾ സുന്നത്ത് നമസ്കാരങ്ങൾ തന്നെ, ഫർദ് നമസ്കാരത്തിൻ്റെ മുമ്പും പിമ്പുള്ള സുന്നത്ത് നമസ്കാരം വേണമെങ്കിൽ നിസ്കരിക്കാം എന്നുള്ളൊരു മാനസികാവസ്ഥയാണ്. യഥാർത്ഥത്തിൽ അത് കർമ്മശാസ്ത്രകാരന്മാർ ഓരോ അമലിൻ്റെയും പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വേർതിരിച്ച് കാണിച്ച ഒരു ശൈലിയാണ്. ഇത് ഷർത്താണ്, ഇത് സുന്നത്താണ്, ഇത് ഫർദാണ് എന്ന രൂപത്തിൽ വേർതിരിച്ച് കാണിച്ചു തന്നാണ്. യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമായിരിക്കും അല്ലേ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നില്ലേ? ഖൗലുഹു വഫിഅലുഹു വതഖരീറുഹു, അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവൃത്തികൾ, അതേപോലെ അവിടുന്ന് ഒരു സദസ്സിൽ മൗനാനുവാദം നൽകിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതും അവിടുത്തെ സുന്നത്തിൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വാക്കിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഒരുപാട് ഹദീസുകൾ നമുക്കറിയാം. അതേപോലെ തന്നെ അമലുകൾ, ഇബാദത്തുകൾ എന്ന നിലയ്ക്ക് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ച് കാണിച്ചു തന്ന രൂപത്തിൽ നമസ്കരിക്കുവിൻ എന്ന് നമസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ ഇബാദത്തുകൾ അവിടുന്ന് പഠിപ്പിച്ച അതേ ക്രമത്തിൽ നിർവഹിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 23 വർഷക്കാലവും കൂടെ കൊണ്ട് നടന്ന, ഒരുപക്ഷെ ഓരോ നിമിഷവും കൂടെ കൊണ്ട് നടന്ന സുന്നത്ത് ഏതായിരിക്കും? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്താണ് അല്ലേ? ദീനി പ്രബോധന പ്രവർത്തനങ്ങളാണ്. ഈ കാര്യത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ആലോചിക്കേണ്ട വിഷയമാണ് അല്ലേ? അങ്ങനെ ഇസ്ലാമിക പ്രബോധനം പരസ്യമായിട്ട് നിർവഹിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. കോഴിക്കോട് ബീച്ചിൽ വെച്ച് ഉണ്ടായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇസ്ലാമിക പ്രബോധനം അങ്ങനെ അങ്ങോട്ട് ചെന്ന് നിർവഹിക്കേണ്ടതുണ്ടോ, ഇങ്ങോട്ട് വരുന്നവരോട് പറഞ്ഞു കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്താൽ പോരെ? എനിക്ക് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം നിർവഹിച്ചു കൊണ്ടിരുന്നൊരു സുന്നത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനമാണ് അല്ലേ? അത് നേരത്തെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ന് തോന്നുന്ന ഗൗരവപ്പെട്ട മാതൃകകളിലൂടെ അങ്ങനെ തുടങ്ങിയിട്ട് നിരന്തരം അവിടുന്ന് സമൂഹവുമായിട്ട് ഇടപഴകിക്കൊണ്ടേയിരുന്നിട്ടില്ലേ? നമ്മൾ ആ നിലയിൽ ഞാൻ ഇസ്ലാമിൻ്റെ വക്താവാണ് എന്ന നിലയ്ക്ക് നമ്മൾ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ടോ? ഞാനൊരു മുസ്ലിമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു, എൻ്റെ സ്വർഗം സ്വപ്നം കണ്ട് ജീവിക്കുന്നു എന്നതിനപ്പുറം സമൂഹത്തിന് ആ സ്വപ്നം എത്തിച്ചു കൊടുക്കാൻ, ആ സ്വർഗത്തിലേക്ക് അവർക്കും പ്രവേശനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ?
അവിടുന്ന് എല്ലാ ത്യാഗങ്ങളും പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങിയത് യഥാർത്ഥത്തിൽ അതിനു വേണ്ടിയല്ലേ? ആലോചിച്ച് നോക്ക്. ആണല്ലോ. പക്ഷെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്താതെ പോകുന്ന എന്തുകൊണ്ടായിരിക്കും? എനിക്ക് ബോധ്യപ്പെട്ട ഇസ്ലാം, എൻ്റെ നെഞ്ചകത്തുള്ള ഈമാൻ, ഇത് മറ്റൊരാളുടെ മനസ്സിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നതിനെക്കുറിച്ചുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതല്ലേ? അതാണ് ഏറ്റവും പ്രധാനമായൊരു കാര്യം. ആ നിലക്ക് കൂടി നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. ആ വ്യക്തിയിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന്, അവിടുന്ന് ഇടപഴകിയിരുന്ന ഓരോ സാഹചര്യങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളും പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എവിടെയായിരുന്നു, എന്തിനായിരുന്നു എന്നുകൂടി പഠിക്കണം. ശരിക്കും നിങ്ങൾ പഠിച്ചു നോക്ക്. ഹിറാ ഗുഹയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നത് വരെയാണ് കഴിച്ചു കൂട്ടിയത്, അല്ലേ? ആദ്യ വഹയ് ഇഖ്റഇൻ്റെ ആദ്യ വചനങ്ങൾ അവതരിച്ചോടുകൂടി അന്ന് ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങിപ്പോന്നില്ലേ? ജമ്മിലൂനി പറഞ്ഞിട്ട് ഖദീജ റളിയല്ലാഹു അൻഹായുടെ അടുക്കലേക്ക് ചെന്നല്ലോ. പിന്നീട് നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് എപ്പോഴെങ്കിലും ഹിറാ ഗുഹയിലേക്ക് പോയ സംഭവം ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? നിങ്ങൾ പരതി നോക്കുക, എവിടെയും കാണുന്നില്ല എന്നുള്ളതാണ്. അന്ന് 40 വയസ്സ് വരെ പ്രവാചകത്വം ലഭിക്കുന്നത് വരെ മാത്രമാണ് അവിടുന്ന് ആ നിലക്ക് തഹന്നുസിൻ്റെ ധ്യാനാത്മകമായ ഒരു കഴിച്ചുകൂട്ടൽ ഹിറാ ഗുഹയിൽ കഴിച്ചുകൂട്ടിയത്. പിന്നീട് ഹിറാ ഗുഹയിലേക്ക് പോകുന്നില്ല. പിന്നെ എവിടെയായിരുന്നു ആ ജീവിതം? സമൂഹ മധ്യത്തിലാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് തെരുവിലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ അന്നത്തെ ആൾക്കാർ ചോദിച്ചില്ലേ, മാ ലിഹാദ റസൂൽ, ഇതെന്തൊരു റസൂലാണ്, യഅ്കുലു തആമ വയംശി ഫിൽ അസ്വാഖ്, ഭക്ഷണം കഴിക്കുന്ന പ്രവാചകനോ, അങ്ങാടിയിൽ നമ്മളെപ്പോലെ കറങ്ങി നടക്കുന്ന പ്രവാചകനോ എന്നവർ ചോദിച്ചില്ലേ? എവിടെ നോക്കിയാലും റേഷൻ കടയുടെ മുമ്പിലും, അല്ലേ, മാർക്കറ്റിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നുണ്ട്, അങ്ങാടിയിൽ മുഴുവൻ കാണുന്നുണ്ട്. ആലോചിച്ച് നോക്ക്. നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, സന്തോഷങ്ങളും സങ്കടങ്ങളും വികാരവിചാരങ്ങളും എല്ലാം ഉള്ള ഒരു മനുഷ്യ ജന്മമായിട്ട് അങ്ങനെ കടന്നു പോകുന്നു. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന നിലയ്ക്ക് അള്ളാഹുവിൽ നിന്ന് വഹയ് ഏറ്റുവാങ്ങി ആ സന്ദേശം സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലേ? ഇങ്ങനെയൊരു റസൂലിനെ നമ്മൾ കാണുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആത്മീയതയുടെ ഗിരിശൃംഗങ്ങളിൽ, ദന്തഗോപുരങ്ങളിൽ, അല്ലെങ്കിൽ അതുപോലെ മലമടക്കുകളിൽ, ഗുഹാന്തരങ്ങളിൽ ധ്യാനിച്ചിരിക്കുന്ന, സന്യാസ ജീവിതം നയിക്കുന്ന ഒരു പ്രവാചകനെ പിന്നീട് നമ്മൾ കാണുന്നില്ല. അവിടുന്ന് റമദാനിൽ ഇഅ്തികാഫ് അനുഷ്ഠിക്കാറുണ്ട്, അല്ലേ? ഓരോ റമദാനിലും അവസാനത്തെ 10 ഇഅ്തികാഫ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. രാത്രിവേളകൾ തഹജ്ജുദ് അനുഷ്ഠിക്കാറുണ്ട്, പടച്ചതമ്പുരാൻ്റെ കൂടെ ദീർഘം നമസ്കരിച്ച് കഴിച്ചു കൂട്ടാറുണ്ട്. അതേ സമയത്ത് പകൽ സമയങ്ങളിൽ ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലുകളാണ്. ഇങ്ങനെയൊരു നബിയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു. അവിടുന്ന് തെരുവിലാണ് എപ്പോഴും. പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ അതായിരുന്നു അവിടുത്തെ ജീവിത ശൈലി എന്ന് കാണാം, അല്ലേ? ഹർബുൽ ഫിജാർ, യുദ്ധങ്ങൾ, അന്ന് അറബികൾക്കിടയിൽ നടന്നിരുന്നൊരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചിരുന്നു പ്രവാചകത്വത്തിൻ്റെ മുമ്പ് തന്നെ. ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന അവിടെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില സമാധാന കരാറുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കാളിയായിരുന്നു. അതേപോലെ തന്നെ കഅബാലയം പുതുക്കി പണിതപ്പോൾ ഹജറുൽ അസ്വദ് പുനഃസ്ഥാപിക്കേണ്ട ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ അന്തിമമായിട്ട് തീരുമാനമെടുക്കുന്നത്, അല്ലേ? ഒരു തുണി കൊണ്ടുവരാൻ പറയുന്നു. ആ തുണിയിൽ അവിടുത്തെ തിരുകരങ്ങൾ കൊണ്ട് ഹജറുൽ അസ്വദ് ഇറക്കി വെക്കുന്നു. പ്രബല ഗോത്രക്കാരൊക്കെ ആ തുണിയുടെ വക്കിൽ പിടിച്ച് എല്ലാവരും കൂടി പൊക്കിയപ്പോൾ ആ തിരുകരങ്ങൾ കൊണ്ട് തന്നെയാണ് ഹജറുൽ അസ്വദ് അവിടെ പുനഃസ്ഥാപിക്കുന്നത്. സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, സർവസമ്മതനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയായിരുന്നു ജീവിതം. അവിടുന്ന് പിന്നീട് പ്രവാചകത്വത്തിലേക്ക് ഉയരുമ്പോഴും ജനങ്ങൾക്കിടയിൽ തന്നെയാണ്. ആരാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിച്ചത്?
ആരാണ് അസ്സാദിഖ്, സത്യസന്ധൻ എന്ന് വിളിച്ചത്? വിശ്വാസികളാണോ? അല്ല. ഇസ്ലാമിൻ്റെ മുമ്പേ ഉള്ള വിളിപ്പേരായിരുന്നു അവ രണ്ടും, അൽ അമീനും അസ്സാദിഖും. എന്താ കാരണം? ആ ജീവിതം അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജീവിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചതോടുകൂടി എന്തുകൊണ്ടാണ് സമൂഹത്തിലെ വലിയൊരു വിഭാഗം അവിടത്തേക്ക് എതിരായി മാറിയത്? അവിടുന്ന് പിന്നീട് എന്തെങ്കിലും അബദ്ധം ചെയ്തോ? നഅൂദുബില്ലാ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ. നല്ലത് മാത്രം വിളിച്ചു പറഞ്ഞു, സത്യം വിളിച്ചു പറഞ്ഞു, നീതിക്ക് വേണ്ടി നിലകൊണ്ടു, അല്ലേ? ആ ഒറ്റ കാരണത്താലാണ് സമൂഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അകലാൻ ശ്രമിച്ചത്. പക്ഷെ സത്യം ബോധ്യപ്പെട്ടപ്പോൾ കുറേ പേരൊക്കെ തിരിച്ചു വരുന്നുണ്ട്, അല്ലേ? അങ്ങനെ ആ നാട് മുഴുവനും സത്യം പരക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പേടിക്കുന്ന അതാണ്. എനിക്കിപ്പോഴുള്ള നല്ല പേരൊന്നും കളയണ്ട, ഇസ്ലാമിൻ്റെ ആളായിട്ട് രംഗത്ത് വന്ന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ മറ്റുള്ളവർ അതിനെ വിമർശിക്കാനൊക്കെ രംഗത്ത് വന്നാലോ, അതുകൊണ്ട് ഞാൻ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല, എൻ്റെ നിസ്കാരവും എൻ്റെ നോമ്പും ഇബാദത്തൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കഴിഞ്ഞോളാം. ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ ഉൾവലിഞ്ഞു കൊണ്ടിരിക്കുകയാണ് വല്ലാതെ. അങ്ങനെ ആകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകില്ലായിരുന്നു. നല്ല നാട്ടുകാരൊക്കെ പറയും അയാൾ നല്ല ആളാണ്. പക്ഷേ അവിടുന്ന് പരിഹാസം ഏറ്റുവാങ്ങി, ദേഹോപദ്രങ്ങൾ ഏറ്റുവാങ്ങി, ഒരുപാട് സന്ദർഭങ്ങൾ ഗുരുതരമായിട്ട് പരീക്ഷിക്കപ്പെട്ടു. എന്തിനാണ്? അതുകൊണ്ടാണ് ആ ദീനുൽ ഇസ്ലാം നമുക്ക് ലഭിച്ചത് അവിടുത്തെ വിയർപ്പ് കൊണ്ട്, അല്ലേ? ഉഹദിൽ ആ തിരുപ്പല്ലുകൾ പൊട്ടി, ചുണ്ട് മുറിഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായില്ലേ? തായിഫിൽ നിന്ന് തെരുവ് പിള്ളേര് കല്ലെറിഞ്ഞാട്ടിയില്ലേ? കാലിൽ മുറിവ് പറ്റിയില്ലേ? ഒക്കെ എന്തിനാ? ശരിക്കും നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. അതേ ദീൻ കയ്യിൽ ഏറ്റുവാങ്ങിയ നമ്മൾ ആ മാർഗത്തിൽ എന്തുകൊണ്ട് അതുപോലെ രംഗത്ത് വരുന്നില്ല? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ സുന്നത്ത് എന്ന് പറയുന്നത് അവിടുന്ന് നിലകൊണ്ടത് ഈ ദീനിനെ സമൂഹത്തിന് എത്തിക്കാൻ വേണ്ടിയാണ്. അത് പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്നു, അല്ലേ? അറിയാതെ വിസ്മരിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇത് സമൂഹത്തിൽ എത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണിത്. അവിടുന്ന് നന്മ കൽപ്പിച്ചു, തിന്മ നിരോധിച്ചു. ഖുർആൻ എടുത്തു പറയുന്നില്ലേ? വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബാഇസ്. അവിടുന്ന് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ഹലാലാക്കി, മോശപ്പെട്ടത് അവിടുന്ന് ഹറാമാക്കി. അങ്ങനെ സമൂഹത്തെ നേർവഴിയിലേക്ക് നയിച്ചു എന്നാണ്. ഇന്ന് ലിബറൽ കാലമാണ്, അങ്ങനല്ലേ പറയുന്നത്? എൻ്റെ ശരീരം, എൻ്റെ സ്വാതന്ത്ര്യം. ഇങ്ങനെ നമ്മുടെ മക്കൾ പോലും, സമുദായത്തിനകത്തുള്ള മക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഉപദേശം കേൾക്കുന്നത് വല്ലാതെ അരോചകമായിട്ട് തോന്നുന്ന ഒരു കാലമായിട്ട് പുതിയ കാലം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ദൗത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണ് ആലോചിക്കേണ്ട വിഷയം. നമ്മുടെ ദൗത്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാർഗത്തിൽ നമുക്ക് എന്താണ് നിർവഹിക്കാൻ കഴിയുക? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ധ്രുവീകരണമുണ്ട്. മനുഷ്യർക്കിടയിലുള്ള അകൽച്ച രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? എങ്ങനെ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയാം? അതിന് അടിസ്ഥാന കാരണം എന്തായിരിക്കും? ഇസ്ലാം എന്ന ഈ സത്യത്തെ അവർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതുമായിട്ട് അടുത്ത് ഇടപഴകുവാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നതാണ് അടിസ്ഥാന പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്യൂട്ടി വർദ്ധിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അങ്ങോട്ട് നടക്കുമ്പോൾ ഒരാളെ കണ്ടാൽ അയാളോട് ഇസ്ലാമിനെ കുറിച്ച് പറയും. തിരിച്ചു വരുമ്പോൾ കണ്ടാൽ പിന്നെയും പറയുമായിരുന്നു, അല്ലേ? എന്നാൽ അബൂജഹലിനോട് പോലും നിരന്തരമായിട്ട് ഈ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിക്കൊണ്ടേയിരിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഗുണകാംക്ഷ വെച്ചു പുലർത്തിയിരുന്നു. ഏത് മനുഷ്യനായാലും, ഏത് പ്രതിയോഗിയായിരുന്നാലും അയാളിൽ പോലും പ്രതീക്ഷയുള്ള മനസ്സ് അവിടുന്ന് കൊണ്ടു നടന്നു എന്നല്ലേ? പടച്ചോനെ, രണ്ടാലൊരു ഉമറിനെ നൽകിയിട്ട് ഈ ദീനിനെ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ മോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? അമിത്ഷാക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പടച്ചോനെ, അവർക്ക് ഹിദായത്ത് നൽകണേ എന്നുള്ളൊരു മനസ്സോടെ. അതാണല്ലോ അന്ന് പ്രാർത്ഥിച്ചത്.
അബൂജഹലിനും സാക്ഷാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ഉമറിനെ കിട്ടി അല്ലേ എന്ന് പറയും പോലെ അങ്ങേയറ്റത്തെ ഗുണകാംക്ഷ മനസ്സുണ്ടാവലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ആ ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് രൂപപ്പെടുത്തിയ ആ ഒരു സാമൂഹിക വ്യവസ്ഥിതി ലോകത്ത് ഇനിയും രൂപപ്പെടുന്നതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല. മനുഷ്യരിലേക്ക് അത് എത്തുന്നില്ല എന്നതായിരിക്കും നമ്മുടെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് തോന്നുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത് ഈ ഒരു തലത്തിലാണ് സംഭവിക്കേണ്ടത്. അവിടുത്തെ ചര്യകളെ, അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഓരോ രംഗത്തെയും എങ്ങനെ എൻ്റേതായിട്ട് ആവിഷ്കരിക്കാൻ കഴിയും എന്നുള്ള ആലോചനകളാണ്. അത് കേവലം വൈകാരിക തലത്തിലല്ല വേണ്ടത്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു ചെയ്യുമ്പോൾ സ്വഹാബിമാരിൽ ചിലർ ആ മുഖത്ത് നിന്ന് താടിരോമങ്ങളിലൂടെ ഇറ്റ് വീഴുന്ന വെള്ളത്തിൻ്റെ ചോട്ടിൽ കൈ കാണിച്ചു കൊടുത്തു. എന്നിട്ടോ അവരാ വെള്ളം എടുത്തിട്ട് അവരുടെ മുഖത്തും ശരീരത്തിലൊക്കെ ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയോടുള്ള സ്നേഹത്താൽ പടച്ചതമ്പുരാനെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് റസൂലേ. അപ്പോൾ അവിടുന്ന് തിരുത്തുന്നില്ലേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, എന്നോടുള്ള സ്നേഹത്താൽ അള്ളാഹുവോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ വാക്ക് പാലിക്കണം. ഒരാളോട് വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. ജനങ്ങളോട് സത്യം മാത്രമേ പറയാവുള്ളൂ. നിങ്ങൾ അയൽവാസിയോട് നന്നായിട്ട് പെരുമാറണം. ഇങ്ങനെ കുറേ പ്രായോഗികമായ നന്മകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുട്ടികൾ ഉണ്ടാകാറുണ്ടായിരുന്നു പറഞ്ഞില്ലേ. ചില ഉമ്മമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ആ സഹവാസം കൊണ്ട് മക്കളിൽ നല്ല സംസ്കാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നതാണ്. ആ മക്കളിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു, സൗബാൻ എന്ന കുട്ടിയുടെ പേര്. ഹദീസുകളിൽ കാണാം, സൗബാൻ മൗല റസൂലില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചാരകനായിട്ട് കൂടെ തന്നെ നടന്നിരുന്നൊരു ചെറിയ കുട്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പ് നേരെ വെച്ച് കൊടുക്കും, തഹജ്ജുദിന് വെള്ളം എടുത്തു കൊടുക്കും, ഉദു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ഖിദ്മത്ത് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരിക്കലും ഈ കുട്ടി വല്ലാതെ സങ്കടത്തോടു കൂടി ഇരിക്കുന്നു. അവിടുന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയടാ? ആ കുട്ടി ഒരൊറ്റ കരച്ചിൽ. അങ്ങനല്ലേ മക്കള് അണപൊട്ടിയ പോലെ കരയാൻ തുടങ്ങി. സമാധാനിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത്. അപ്പം ആ കുട്ടി മനസ്സ് തുറക്കാൻ, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കുറച്ച് നാളായിട്ട് വല്ലാത്തൊരു ആലോചനയിലാണ്. ദുനിയാവിൽ ഇപ്പം ഇവിടെ വെച്ച് എനിക്ക് റസൂലിനെ നോക്കിയിരിക്കാം, വേണമെങ്കിൽ തൊട്ട് നോക്കാം, അവിടുത്തെ സംസാരം കേട്ടിരിക്കാം, എല്ലാത്തിനും അവസരമുണ്ട്. പക്ഷേ നാളെ പരലോകത്തെത്തിയാൽ എൻ്റെ റസൂൽ എവിടെയായിരിക്കും, ഞാൻ എവിടെയായിരിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഉന്നതമായ പദവികളിലായിരിക്കും. പാവം ഈ സൗബാൻ എവിടെയായിരിക്കും? ഇതാലോചിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ സങ്കടം പറയാണ്. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നിസായിലെ ആ ആയത്ത് ഓതി കേൾപ്പിക്കുന്നത്. വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഈ ആയത്ത് കുട്ടിക്ക് ഓതി കൊടുക്കാൻ, ആർ അള്ളാഹുവെയും റസൂലിനെയും അനുസരിക്കുന്നുവോ, ഇങ്ങനൊരു കണ്ടീഷനാണ് കുട്ടിയോട് പറയുന്നത്. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും അവർ. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഇവരുടെയൊക്കെ കൂടെയായിരിക്കും. വഹസുന ഉലൈക റഫീഖ, അത് എത്ര നല്ല കൂട്ടുകെട്ടാണ്. നമ്മൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ പഠിച്ചവനോട് എപ്പോഴും തേടുന്ന കാര്യമാണ് അല്ലേ, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരോടൊപ്പം സിറാത്തുൽ മുസ്തഖീമിൽ വഴി നടത്തണേ എന്ന്. അവരാണ് അനുഗ്രഹിച്ച 4 വിഭാഗത്തിൻ്റെ പേരാണ് പറഞ്ഞത്.
ഇങ്ങനെ നീ അള്ളാഹു റസൂലിനെയും അനുസരിച്ചാൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും മോനെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രായോഗികമായിട്ടാണ് പറഞ്ഞത്. വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, റബീഅ എന്നാണ് കുട്ടിയുടെ പേര്. റബീഅത്ത് ബിനു കഅബിൽ അസ്ലമി എന്നാണ്. ഒരിക്കൽ ആ കുട്ടിയും റസൂലും തനിച്ചായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയോട് സൽ ചോദിക്കടാ, നിനക്ക് എന്താ വേണ്ടത്? കുട്ടികളോട് നമ്മൾ ചോദിക്കില്ലേ, നിനക്ക് എന്താ വേണ്ടത് പറയും. കുട്ടിക്കൊന്നും പറയാൻ പറ്റില്ല, ആകെ ബേജാറായിപ്പോയി. ഞാൻ പിന്നെ പറയാം. രണ്ടാമതൊരിക്കൽ ഇതേപോലെ തനിച്ചായപ്പോൾ പിന്നെയും അവിടുന്ന് ചോദിക്കുകയാണ്, സൽ ചോദിക്കുക, നിനക്ക് എന്താ വേണ്ടത്? ആ കുട്ടി ഒരു മറുപടി പറഞ്ഞു. എന്തായിരിക്കും പറഞ്ഞത്? ലാപ്ടോപ്പ് വേണമെന്നാണ്, മൊബൈൽ വേണമെന്നാണ്, ബൈക്ക് വേണമെന്നാണ്. ആ കുട്ടി എന്താ പറഞ്ഞെന്നറിയാം? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യമാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശയത്തോടെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരാടാ ഇതൊക്കെ പറഞ്ഞു തന്നത്? റസൂൽ എന്നല്ല ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചത്, ഞാൻ ഒരുപാട് ആലോചിച്ച് കണ്ടെത്തിയതാണ് റസൂലെ. ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കള് ഇങ്ങനെയൊരു മറുപടി പറഞ്ഞാലല്ലേ കണ്ണു നിറഞ്ഞു പോവും. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ആ കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഐനി അലാ ദാലിക ബികഥറത്തി സുജൂദ്, നീ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നെ ഒന്ന് സഹായിക്ക എന്നാ പറഞ്ഞത്. സുജൂദ് വർദ്ധിപ്പിച്ചിട്ട് എന്നെ ഒന്ന് സഹായിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ, നീ എൻ്റെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന്. അവിടെ കർമ്മപരമായ പ്രായോഗികമായൊരു സാക്ഷ്യപ്പെടുത്തലാണ് അല്ലേ ഇങ്ങനെയാണ് ചെയ്തത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ വായിച്ചു നോക്കുക ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അക്ഷരാർത്ഥത്തിൽ പിന്തുടരുകയാണ്. അവിടുത്തെ വഫാത്തിന് ശേഷമൊക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നാലില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ തഹയ്യത്ത് നിസ്കരിക്കാറ് അവിടെ നിന്നേ നിസ്കരിക്കുള്ളൂ, അവിടുന്ന് സുന്നത്ത് നിസ്കരിക്കുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഒരു ചെരിഞ്ഞ് കിടത്തുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതുപോലെ ചെരിഞ്ഞ് കിടക്കുമായിരുന്നു. റസൂലുള്ളാഹിൻ്റെ നടത്തവും ആ ചിരിയും ആ ഇടപെടലും സംസാര ശൈലിയും എല്ലാം അങ്ങനെ തന്നെ ഒപ്പിയെടുത്തുകൊണ്ട് തൻ്റെ റോൾ മോഡലായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്നറിയാം? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഘവും ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ, മദീനയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തൻ്റെ ഒട്ടകത്തെ വേറൊരു വഴിക്ക് കൊണ്ടുപോകും. അപ്പോൾ അതെന്താ അങ്ങനെ പോയതെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഒട്ടകം ഈ വഴിയാണ് പോയത്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒട്ടകത്തെ ആ വഴിക്ക് തെളിച്ചതെന്ന് പറയായിരുന്നു. ഇങ്ങനെ നിഴൽ പോലെ കൂടെ സഞ്ചരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു. നമുക്കത് സാധിക്കും. ഇങ്ങനെ ഓരോ അനക്കങ്ങളും അടക്കങ്ങളും പഠിക്കണം. അത് വല്ലാത്തൊരു ത്രില്ലാണ് ശരിക്കും. നമ്മുടെ മക്കളിപ്പോൾ ഇല്ലേ റോൾ മോഡലായിട്ട് പലരെയും കൊണ്ടു നടക്കുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഓരോന്നും അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കാമെന്നുള്ളതാണ്. അതിൽ ചിലത് വളരെ രസകരവും വളരെ ലളിതവുമായിരിക്കും. അവിടുന്ന് സുഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നു, അപ്പം അത്തറ് പൂശാം അല്ലേ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതേസമയത്ത് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വാഹകനായിട്ട് രംഗത്ത് വരിക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ടും ഒരുപോലെ സ്വീകരിക്കണം അല്ലേ? എല്ലാം ഒരേപോലെ ഏറ്റുവാങ്ങുമ്പോഴായിരിക്കും നമ്മൾ യഥാർത്ഥ സുന്നത്തിൻ്റെ വാഹകരായിട്ട് മാറുക. പ്രത്യേകിച്ചും പുതിയ കാലത്ത് അവിടുത്തെ പിന്തുടരുമ്പോൾ അത് പ്രാകൃതമാണ് എന്ന് വിളിച്ചു പറയുന്ന കാലം. ഏതാണ് ഈ 6-ാം നൂറ്റാണ്ടുകാരൻ എന്നൊക്കെ ചോദിക്കുന്ന കാലം. അവിടെ ആ സുന്നത്ത് പിന്തുടരൽ ഇസ്സത്ത് കണ്ടെത്തണം ശരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭക്ഷണം കഴിച്ചാലേ നമ്മൾ വിരലിങ്ങനെ ചപ്പിക്കുടിക്കൂലേ? എല്ലാവരും അങ്ങനെ ചെയ്യൂലേ? ചെയ്യാറുണ്ടോ? ഹോട്ടലൊക്കെ വെച്ചാകുമ്പോൾ സ്റ്റാർ ഹോട്ടലൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ വിരലിങ്ങനെ ചപ്പിക്കൊണ്ടിരുന്നാൽ കൂടെ ഇരിക്കുന്നവർക്ക് എന്ത് തോന്നൂല്ലേ? ഇയാളെന്തോ ഒരു ആർത്തി തീരാത്ത ആൾ എന്ന് തോന്നുമോ? ഇങ്ങനെയൊക്കെയാണ് പുതിയ കാലത്ത്. അങ്ങനെ വിരൽ കുടഞ്ഞു കളഞ്ഞ് പോവാണ്. അതിലാണ് ബർക്കത്ത് അല്ലേ? അതിലാണ് ബർക്കത്ത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഭക്ഷണത്തോടുള്ള ആദരവാണത്.
പക്ഷേ ഇന്ന് പുതിയ തലമുറയൊക്കെ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ട്. പുതിയ പഠനങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഭക്ഷണം കഴിഞ്ഞിട്ട് വിരലിങ്ങനെ ചപ്പിക്കൊണ്ടിരുന്നാൽ ദഹനരസം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ്. അപ്പോൾ പെട്ടെന്ന് ഫുഡ് ദഹിക്കും. ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കഴിക്കരുത് എന്ന് പറയാനുള്ളൊരു കാരണം അതാണ്. ഈ ദഹനരസത്തിൽ വെള്ളം കലർന്നാൽ ദഹനരസം ഡാല്യൂട്ടായി പോകും. അത് വളരെ നേർത്തതാകുമ്പോൾ പെട്ടെന്ന് ദഹിക്കാതെ വരും എന്നതാണ്. അപ്പോൾ ശാസ്ത്രം ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസായി, ഇത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വീണ്ടും ചെയ്യാൻ തുടങ്ങും, അല്ലേ? പക്ഷേ രണ്ട് നിയ്യത്താണ്. ഒന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൊണ്ടാണ്, മറ്റേത് ശാസ്ത്രം ശരിവെച്ചത് കൊണ്ടാണ്, അല്ലേ? പക്ഷെ ആ ഒരു ബോധ്യം കൂടി ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ നല്ലതായിരിക്കും. പക്ഷെ വിശ്വാസിയുടെ നിയ്യത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോന്നും പഠിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരാവേശകരമായ അനുഭൂതിദായകമായ കാര്യമായിട്ട് മാറും എന്നുള്ളതാണ്. ഇങ്ങനെ അവിടുത്തെ അറിയാനും ആ ജീവിതത്തെ അനുകരിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും ആ ജീവിതത്തോട് ചേർന്ന് നിൽക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പേടിക്കാതെ തിരുസന്നിധിയിലേക്ക് പോകാം. ഭയപ്പെടേണ്ട, പൂർണ്ണ മുസൽമാനായി മുന്നേറുക എന്ന് പറഞ്ഞ പോലെ പടച്ചവനെ അങ്ങനെ ആ സുഹബത്ത് ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കാണിച്ചു തന്ന ഓരോ അനക്കങ്ങളും അടക്കങ്ങളും സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. കാലം എത്ര തന്നെ മാറിയാലും, എത്ര അത്യന്താധുനികമെന്ന് നമ്മൾ വിളിച്ചാലും, അവിടുന്ന് പഠിപ്പിച്ചതിനപ്പുറം മറ്റൊരു സംസ്കാരം, മറ്റൊരു ജീവിതശൈലി, മറ്റൊരു പരിഷ്കാരം നമ്മുടെ മുമ്പിൽ ഇനി വരാനില്ല. പടച്ചവനെ, ആ സുന്നത്തുകളെ അഭിമാനബോധത്തോടുകൂടി സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ദുനിയാവിൽ വെച്ച് ആ റൗള പോകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ നാഥ. നാളെ സ്വർഗ്ഗലോകത്ത് അവിടുത്തെ തിരുമുഖം ദർശിക്കുവാൻ, അവിടുത്തെ സുഹബത്ത് നേടിയെടുക്കുവാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ ഇണതുണകളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം ദീനിൻ്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. പലവിധ പരീക്ഷണങ്ങൾ അനുഭവപ്പെടുന്ന ഈ കാലത്ത് അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് ദീനിൻ്റെ വാഹകരായി, അതിൻ്റെ പ്രചാരകരായി മാറുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളുടെ കൂട്ടത്തിലെ രോഗികളായ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാർ, വാപ്പമാർ, സഹോദരി സഹോദരങ്ങൾ, ഇണത്തുണകൾ എല്ലാവർക്കും ശിഫയും സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുന്ന റബ്ബേ. പടച്ചവനെ, ഞങ്ങൾക്ക് മാനസികമായ സൗഖ്യം നൽകണേ നാഥ. കുടുംബപരമായ സമാധാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ ജോലികളിൽ, ഞങ്ങളുടെ ബിസിനസ്സുകളിൽ, സംരംഭങ്ങളിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളിൽ മൺമറഞ്ഞു പോയ ഉമ്മമാർ, വാപ്പമാർ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.